ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ട്രിക്ക് കളർ ക്രോഷ്യ ഐഡിയാസ് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ക്ലിപ്പാട്ടോ ചെയ്യുന്നത്. അതിന് ഒരു മാജിക് റിങ് ഇട്ട് കൊടുക്കുക, 3 ചെയിൻ ഇടുക. ഇത് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ടൈമിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടിട്ട് ഞാൻ സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ഇതിൽ സെറ്റിങ്സിൽ സ്പീഡ് കുറച്ചൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോ ലൂപ്പിൽ കൂടി നമുക്ക് ഇതേപോലെ എടുത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരെണ്ണം കൂടി കേട്ടോ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ. ഹുക്കിൽ 2 ചുറ്റി ചുറ്റുക, ലൂപ്പിൽ കൂടി എടുക്കുക, 2 ലൂപ്പിൽ കൂടി, അത് കഴിഞ്ഞ് അടുത്ത 2 ലൂപ്പിൽ കൂടി, പിന്നെ അടുത്ത 2 ലൂപ്പിൽ കൂടി. ഇപ്പോൾ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ കിട്ടി. ഇനി അടുത്തത് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ലൂപ്പിൽ കൂടി എടുത്ത് ആ 2 ലൂപ്പിൽ കൂടി, പിന്നെ അടുത്ത 2 എണ്ണം. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അങ്ങനെ 2 ഡബിൾ ക്രോഷ്യയും കൂടി കേട്ടോ. കണ്ടോ, ഇതേപോലെ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. നമുക്ക് ചുറ്റുക, ലൂപ്പിൽ കൂടി എടുക്കുക. കണ്ടോ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, 1 ചെയിൻ ഇടുക. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ഒരു തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പേ പോകും കേട്ടോ. നമ്മൾ അവിടെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ആദ്യം നമ്മൾ 3 ചെയിൻ ഇടുക, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, പിന്നെ 1 ചെയിൻ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ 1 ചെയിൻ, അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യ, 3 ട്രിപ്പിൾ ക്രോഷ്യ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചുറ്റുള്ളൂ ഹുക്കിൽ. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ 2 ചുറ്റ് ചുറ്റണം. എന്നിട്ട് 2 ലൂപ്പിൽ കൂടി 2 ലൂപ്പിൽ കൂടി, അങ്ങനെ 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യുക. അത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ വേറെ ഇടാം കേട്ടോ, സെപ്പറേറ്റ് ഞാൻ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 3 ചെയിൻ ഇട്ട് കൊടുത്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കൊടുത്ത് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു 2 കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ആ ബാലൻസ് വന്നേക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കോട്ടൺ യാണാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ബിഗിനേഴ്സിനൊക്കെ കയ്യിലിരിക്കുന്നത് എങ്ങനത്തെയാണ്, പോളിസ്റ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ ചെയ്ത് പഠിച്ചതിന് ശേഷം കോട്ടൺ യാൺ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചെയ്ത് വെച്ചേക്കുന്ന ഹാർട്ട്സൊക്കെ ഒരു ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്ലൂ B7000 ആണ് എടുത്തേക്കുന്നത്. നല്ലോണം ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഗ്ലൂ ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോഴേക്കും ഈ ഒരു ഗ്ലൂ എടുക്കാനായിട്ട് നോക്കണേ. ഇനി നമുക്ക് ഓരോ ഹാർട്ടിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം അമർത്തി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങോട്ട് തിരിച്ച് റിട്ടേൺ പോരും പുറത്തേക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒട്ടിക്കുമ്പോഴേക്കും. ഗ്ലൂ തേക്കുമ്പോഴേക്കും പിശുക്കാണ്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തോട്ടോ, എന്നാലേ അത് അത്രയും ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ ഞാനിപ്പോൾ പേളിൻ്റെ എടുത്തേക്കുന്നത്. അങ്ങനെ ഓരോ ഹാർട്ടിലും നമുക്ക് ഇതേപോലെ പേളൊട്ടിച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമുക്കൊരു ഫ്ലവർ ക്ലിപ്പ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മാജിക് റിങ് ഇടുക. കണ്ടോ, ഒരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ത്രെഡ് എടുത്ത് നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തിടാം. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. 1 2 3 ഉള്ളിൽ കൂടി എടുക്കുക. കണ്ടോ, 1 ഡബിൾ ക്രോഷ്യ ആയി. ഒരൊറ്റ ചുറ്റ് ഹുക്കിൽ കൂടി ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 ഉള്ളിൽ കൂടി എടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. കണ്ടോ, ഇപ്പം അതൊരു പെറ്റലായിട്ടോ. അതേപോലെ നമുക്കൊരു 5 പെറ്റൽസ് ചെയ്യണം കേട്ടോ. 1 2 3 ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, 2 ലൂപ്പിൽ കൂടി എടുക്കുക, ദെൻ 2 ലൂപ്പ്. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടോ. ഇനി നമുക്ക് 3 ചെയിൻ ഇടുക, ഹുക്കിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ട,
2 പെറ്റൽസായി. അതുപോലെ നമുക്കൊരു 3 പെറ്റൽസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 ചെയിൻ, 1 2 then 3 ഉള്ളിൽ കൂടി എടുക്കുക. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി എടുക്കുക, ദെൻ സെക്കൻഡ് 2 ലൂപ്പിൽ കൂടി എടുക്കുക. 1 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ച്, 3 പെറ്റൽസ്. ഇനി ഒരു 2 പെറ്റൽസ് കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിലൊരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2.5 2mm ആണെങ്കിലും 2.5 ആണെങ്കിലും നമ്മൾ ഇതേപോലത്തെ ത്രെഡ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒരു ലൂപ്പിൽ നിന്ന് എടുക്കാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ബാക്കിലേക്കൊന്ന് ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ബിഗിനേഴ്സായിട്ടുള്ളവരൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആട്ടോ. ഞാൻ ഇതേപോലെ തന്നെ യൂട്യൂബിൽ ഓരോ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാട്ടോ ഞാനും പഠിച്ചെടുത്തതൊക്കെ. ആദ്യമൊക്കെ നമ്മൾ ഈ ഓരോ ചെയിനൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അത് പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വേഗം പഠിച്ചെടുക്കും. പിന്നെ നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു വാശി വേണം, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് എന്തായാലും എത്തിച്ചേരും. കണ്ടോ, നല്ല അടിപൊളി ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, 2 കളറിൽ. ഇനി നമുക്ക് ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു ബ്രൂഷ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ സാധനമാണ്. അത് നമുക്ക് ക്രോഷയിൽ ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് റോയിൽ ഒരു 13 ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചെയിൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടൈറ്റാക്കി പിടിക്കും. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഓരോ ഹോളിൽ കൂടി നമുക്ക് ചെയിൻ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചെയിൻ ഇതാണ് നമ്മളുടെ ബേസ്. ശരിക്കും നമ്മൾ ക്രോഷേ പഠിക്കുമ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. നമുക്കപ്പോൾ ഇത്രയും ചെയിൻ ചെയ്തതിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത 12 സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് കേട്ടോ. ഡബിൾ ക്രോഷേ നമ്മൾ ലൂപ്പിൽ കൂടി ഒരു ചുറ്റെടുക്കുന്നുണ്ട്. ഇത് ചുറ്റാണ്ട് തന്നെ നമ്മൾ ആ 2 ലൂപ്പിൽ കൂടി വലിച്ചെടുക്കുകയാണ്. കണ്ടോ, ഉള്ളിൽ കൂടി എടുക്കുക, 2 ലൂപ്പിൽ കൂടി വലിച്ചെടുക്കുക. കണ്ടോ, അതുപോലെ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സ്ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റോ നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അവിടെ. അടുത്തതിലേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാണ്. അപ്പോൾ അടുത്ത റോയിൽ നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 സിംഗിൾ ക്രോഷേ, 12 സിംഗിൾ ക്രോഷേ സെക്കൻഡ് റോയിൽ. സ്ലോ ആക്കി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവും കേട്ടോ. അതൊന്ന് നോക്കിയേക്ക്. സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷയുടെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ലോങ് വീഡിയോ ആയ കാരണം ഞാൻ സ്പീഡാക്കി ഇട്ടേക്കുവാണ്. ഒന്നും വിചാരിക്കരുത്. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് വൈറ്റ് യാൺ എടുക്കുക, അതിലൊരു നോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതൊക്കെ നമുക്കൊരു ത്രെഡിലേക്ക് വേറെ ത്രെഡ് കയറ്റണതൊക്കെ അതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരിതാണ്.
നമ്മൾ ഗ്രീൻ ത്രെഡിൽ ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വെച്ചില്ലേ, അത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്ക് ഈ വൈറ്റ് ത്രെഡ് എടുത്ത് ആ ഗ്രീൻ കളറിലെ ത്രെഡ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കായിരിക്കും. നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് ഒരു 12 സിംഗിൾ ക്രോഷ്യാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ലാസ്റ്റ് പോയിന്റിലുള്ള ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോഴേക്കും. അതുപോലെ നമുക്ക് ഈ ഒരു റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും നമ്മളൊന്ന് വലിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ആ യാണൊന്ന് ലൂസായി പോകും. ആ ലൂസാവണതിനനുസരിച്ച് ആ സ്റ്റിച്ചിൻ്റെ ഒരു ഭംഗിയും പോകും കേട്ടോ. ചിലത് ടൈറ്റായും ചിലത് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഫിനിഷിങ്ങേ നമുക്ക് പോകും. നമുക്കിനി അടുത്ത 4th റോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചെയിൻ 12 സിംഗിൾ ക്രോഷേ. കണ്ടോ, ഇതേപോലെ ശ്രദ്ധിച്ച് ഓരോ ചെയിനിൽ കൂടി നമുക്ക് ഇതേപോലെ എടുത്തു കൊടുക്കാം. ബ്രൂഷ് ചെയ്യാനായിട്ടുള്ള ഹുക്ക് ഞാൻ 3mm ആയിട്ട് എടുത്തേക്കുന്നത്. 3mm തന്നെ എടുക്കാൻ നോക്കണം നിങ്ങൾ. അതിലും കുറച്ചും കൂടി വലിപ്പമുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് യാണിൻ്റെ സൈസ് മാറ്റി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ യാൺ യൂസ് ചെയ്യുമ്പോഴേക്കും അതിനനുസരിച്ച് ഹുക്കിൻ്റെ അളവും വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമലി നമ്മൾ ഫ്ലവറൊക്കെ യൂസ് ചെയ്യുന്ന അനുസരിച്ചുള്ള യാണാട്ടോ എടുത്തേക്കുന്നത്. വലിയ കട്ടിയില്ലാത്ത കോട്ടൺ യാണാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതേപോലത്തെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ യാണായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുള്ള്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കൊരു 3 റോയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ 8th റോ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് റോയാണ് കേട്ടോ. അതെൻഡിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ചെയ്യാതിരുന്നോളൂ കേട്ടോ. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പം നമ്മുടെ ബ്രൂഷ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ടുള്ളതും കൂടി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക.
നമുക്ക് ബാലൻസ് നിൽക്കുന്നതൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ കാണാത്ത രീതിയിൽ നമുക്ക് ഹുക്ക് വെച്ച് നമുക്ക് ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് 2mm ഒക്കെ ഹുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാനിപ്പം ഇതിൽ സൂചി എടുത്തേക്കുന്നത്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം, നമുക്ക് ഹുക്ക് വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ട, ഇതേപോലെ 2mm ഹുക്ക് എടുത്ത് നമുക്ക് ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ആ ബാലൻസ് വന്നേക്കുന്ന നൂലതിൽ കൂടി നമുക്ക് വലിച്ചെടുത്ത് കൊടുക്കാം. കണ്ടോ, അതോടൊപ്പം ടൈറ്റായിരുന്നോളൂ. ഇതുപോലെ നമുക്ക് അതുള്ളിൽ കൂടി ആ ത്രെഡ് എടുത്ത് വലിച്ച് കണ്ടോ സെറ്റായിപ്പോൾ. നമുക്ക് ആ ബാലൻസ് വന്നേക്കണതൊക്കെ ഇതുപോലെ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ബ്രൂഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ടുള്ളത് ഉണ്ടാക്കാം കേട്ടോ. അതിനൊരു ഫസ്റ്റ് ചെയിൻ 8 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം കേട്ടോ. 8 സിംഗിൾ ക്രോഷ്യ, 1 then 2 3 4 5 6 7 then 8. നമുക്ക് ആ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. റെഡിയായി. ഇനി നമുക്കത് ബാലൻസ് വന്നേക്കുന്ന പോലെ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമുക്ക് മറ്റേ ത്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ ടൈറ്റാക്കി കൊടുത്താലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഒന്ന് മാക്സിമം എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കിയിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല ഇതായിട്ടിരുന്നോളൂ. അപ്പം നമുക്കിനി അത് ഗ്ലൂ വെച്ചിട്ട് അവിടെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രൂഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടില്ലേ? ഇനി ഇത് നമുക്ക് പിൻ ചെയ്യണ്ടേ. അതിന് സേഫ്റ്റി പിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. സേഫ്റ്റി പിന്നെടുത്ത് നമുക്ക് ആ ഒരു ഓറഞ്ച് ത്രെഡ് വെച്ചിട്ട് തന്നെ അതൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അവിടെ ഇനി ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ക്രോഷയുടെ സൂചി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ തുന്നുന്ന സൂചി തന്നെ വെറുതെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് തുന്നിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നമുക്ക് ആ സേഫ്റ്റി പിന്നിൻ്റെ ഹെഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇനി അടുത്തത് എങ്ങനത്തെയൊക്കെ ക്രോഷ ഐറ്റംസൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ ട്യൂട്ടോറിയലൊക്കെ ഇടാം കേട്ടോ വീഡിയോയിൽ. ഫിനിഷിങ്ങിലേക്ക് എത്തി. ഇതേപോലെ വലിച്ച് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അവിടെ നമുക്ക് ബാലൻസ് ഉള്ള നൂല് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ലോക്കാക്കി. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അഴിഞ്ഞു പോരാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിഫായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞ് നമുക്കത് കട്ട് ചെയ്ത് കളയാം ബാലൻസ് ഉള്ള നൂലുകൾ. അതുപോലെ തന്നെ അപ്പുറത്തെ ആ നൂലും നമുക്ക് ഹുക്ക് വെച്ചിട്ട് ഇതേപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. അഴിഞ്ഞു പോരാണ്ട് നോക്കണം നിങ്ങൾ. ഓരോ സ്റ്റിച്ചിൽ കൂടി എടുക്കുമ്പോഴും അതൊരു ലോക്കായെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങളതൊന്ന് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമായി പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴത്തേ നമ്മളുടെ ബ്രൂഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയട്ടെ. ഇനി നമുക്ക് അടുത്തത് ഹെയർ സ്ക്രഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3.5 mm ഹുക്കാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് ഒരു നോട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലത്തെ ഒരു ഹെയർ ബുഷായിട്ട് എടുത്തേക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇതിലും ചെറുതാണെങ്കിൽ അത്രയും നല്ലത്, നമുക്ക് പണി കുറഞ്ഞ് കിട്ടും കുറച്ചുകൂടി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വലിപ്പമുള്ളതാണ് കിട്ടിയത്, എനിക്ക് പണി കൂടുതലായിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം ചെറിയ ബാൻഡ് എടുക്കാൻ നോക്കണം കേട്ടോ. ഫസ്റ്റ് റോയിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫുള്ള് നമുക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ അടുപ്പിച്ച് അത് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്ക് വലിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ അത് അവിടെ സ്റ്റിഫായിട്ട് ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ലൂസായിട്ട് അത് പോരും, ആ ഒരു ഭംഗിയേ പോകും അതിൻ്റെ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ റോ ഫുള്ള് ചെയ്ത് തീർത്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്താലേ നമുക്ക് അവിടെ നിന്ന് അടുത്ത ത്രെഡിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അത് ചെയ്തിട്ട് വരാം നമുക്ക്. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ 3 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് എവരി സ്റ്റിച്ചസ് ആണ്. നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സ്റ്റിച്ചസിലും ഇതുപോലെ ട്രിപ്പിൾ ക്രോഷ്യ 2 ചുറ്റുക. നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു 4 ലൂപ്പ് കിട്ടും. അതിൽ 2 ലൂപ്പിൽ കൂടി എടുക്കുക, ദെൻ 2 ലൂപ്പിൽ കൂടി എടുക്കുക. അടുത്തത് നമുക്ക് 2 ലൂപ്പും കൂടി കിട്ടും, അതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. കണ്ടോ, ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ കൂടി എടുക്കുക, 2 ലൂപ്പിൽ കൂടി, ദെൻ 2 ലൂപ്പിൽ കൂടി, ദെൻ 2 ലൂപ്പിൽ കൂടി എടുക്കുക. കണ്ടോ, അതുപോലെ ഓരോ സ്റ്റിച്ചസിലും നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ച് ചെയ്യണേ. നമുക്കിപ്പം പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം, ഒരു 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഓരോ സ്റ്റിച്ചസിലും ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഫ്ലെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ ക്രോഷ്യ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം എങ്ങനെയാണോ നിങ്ങൾക്ക് നോക്കിയിട്ട് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാവുന്നതുമാണ്. കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഹെയറിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലെയർ ആയിട്ടിരിക്കുന്ന ക്രഞ്ചീസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അവരത് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിതിലിപ്പോൾ ഫുള്ള് ട്രിപ്പിൾ ക്രോഷ്യ വെച്ചാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചസ് മാറ്റി ചെയ്യാം കേട്ടോ. ഓരോ ലൂപ്പിൽ കൂടി ഇതേപോലെ വലിച്ചെടുത്ത് നമുക്ക് ആ ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു 3 ട്രിപ്പിൾ ക്രോഷ്യ, ലാസ്റ്റത്തെ 3 ട്രിപ്പിൾ ക്രോഷ്യ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, ദെൻ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, ലാസ്റ്റ് തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് നമുക്ക് ആ ഫസ്റ്റത്തെ ട്രിപ്പിൾ ക്രോഷ്യയിലുള്ള ഫസ്റ്റ് വരുന്ന ചെയിനിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടോ. നമുക്ക് തേർഡ് റോയിലേക്ക് നെക്സ്റ്റ് നൂല് അതിലേക്ക് വെച്ച് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 3 ട്രിപ്പിൾ ക്രോഷ്യ ലൂപ്പിൽ കൂടി വലിച്ചെടുക്കുക. ഫസ്റ്റ് 2 ലൂപ്പ്, സെക്കൻഡ് 2 ലൂപ്പ്, ആൻഡ് തേർഡ് ലൂപ്പ്, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെങ്കിൽ സെക്കൻഡ് 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടത് കേട്ടോ അടുത്ത ചെയിനിൽ. കണ്ടോ,
അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ദെൻ അടുത്ത ചെയിനിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. കണ്ടോ? അതുപോലെ എല്ലാ സ്റ്റിച്ചസിലും അതുപോലെ തന്നെ ചെയ്യണം. ഇനി 1 ട്രിപ്പിൾ ക്രോഷ്യ, അടുത്തത് 3 ട്രിപ്പിൾ ക്രോഷ്യ. കണ്ടോ? ഇതുപോലെ നമുക്ക് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ അവസാനത്തെ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ വീഡിയോയിൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ടും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ അധികം സ്ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടിപ്പോവും വീഡിയോയുടെ. അത് കാരണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.